നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. പലപ്പോഴും പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് പലരും, എനിക്ക് തോന്നുന്നു ഒരു 99% ആൾക്കാരും സീറ്റ് കവർ റീപ്ലേസ് ചെയ്യാറാണ് പതിവ്. അതായത് സീറ്റ് കവർ റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ പുതിയ സീറ്റ് കവർ ഇടുകയാണ് പതിവ്. റീപ്ലേസ്മെൻറ്റ് വളരെ കുറവാണ്. കാരണം പുതിയ വാഹനം എടുക്കുമ്പോൾ നേരെ അതിലോട്ട് പുതിയ സീറ്റ് കവർ ഇടുന്നതാണ് നമ്മൾ കാണുന്നത്. ശരിക്കും അത് ആവശ്യമാണോ? ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരിക്കുന്നത് ടെസ്റ്റ് അക്കൗണ്ട് എന്നുള്ളൊരു പേരിലാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ്: വണ്ടി വാങ്ങുമ്പോഴുള്ള സീറ്റ് കവർ ആണോ അതല്ല പുറത്തു നിന്ന് പുതിയത് ഇടുന്നതാണോ നല്ലത്? എല്ലാവരും പുതിയ വണ്ടി എടുക്കുമ്പോൾ സീറ്റ് കവർ എല്ലാം മാറ്റുന്നതായി കാണുന്നു. ഒരു മറുപടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം ഞാൻ ആദ്യം രേഖപ്പെടുത്താം. കാരണം ഓരോരുത്തരുടെ ഇഷ്ടമാണ് ആ ഒരു കാര്യം. കാരണം വാഹനം എടുക്കുമ്പോൾ അതിൽ എന്തൊക്കെ അഡീഷണൽ ആയിട്ടുള്ള ആക്സറീസ് ചെയ്യണമെന്നുള്ള ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണ്. ഇപ്പം എൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനൊരു സെലീറിയോ വാഹനം എടുത്ത സമയത്ത് എനിക്ക് സീറ്റ് കവർ മാറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സാമ്പത്തികത്തിൻ്റെയൊക്കെ പ്രശ്നം കാരണം ഞാൻ അന്ന് സീറ്റ് കവർ ചെയ്തില്ലായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉള്ള സീറ്റ്, അതായത് ആ വാഹനത്തിൽ വരുന്ന സീറ്റ് കവർ തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. അത് യൂസ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഏകദേശം ഞാനൊരു 6 തൊട്ട് 7 മാസം വരെ യൂസ് ചെയ്തു. അന്നേരം ആ സീറ്റ് ഒന്ന് മുഷിഞ്ഞു. അതായത് കുറച്ചൊന്ന് മോശമായി തുടങ്ങി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഫാബ്രിക് സീറ്റാണ് വന്നുകൊണ്ടിരുന്നത്. ഫാബ്രിക് സീറ്റ് നിങ്ങൾക്കറിയാം, ക്ലോത്തിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് പെട്ടെന്ന് ചെളി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ കുറച്ചൊന്ന് ഏകദേശം മുഷിഞ്ഞു. ഒരു 6 തൊട്ട് 7 മാസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കുറച്ചൊന്ന് മോശമായി. അതിനുശേഷം ഞാൻ സീറ്റ് കവർ ഇട്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് കവർ ചെയ്യുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കമ്പനീസ് തരുന്ന രീതി പോലെ ഇരിക്കും. അതായത് ചില ലെതർ സീറ്റ്സൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് മാറേണ്ട ഒരു ആവശ്യം വരുന്നില്ല. എന്നാൽ ഫാബ്രിക് ടൈപ്പോ അല്ലെങ്കിൽ ക്ലോത്ത് ടൈപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് ലെതർ സീറ്റ് കവേഴ്സോ അല്ലെങ്കിൽ റെക്സിൻ സീറ്റ് കവേഴ്സോ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ അതിൻ്റെ ഒരു ഗുണം കിട്ടും. ഇതൊരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഏകദേശം ഒരു 6 തൊട്ട് 7 മാസം വരെ എനിക്ക് ഏതായാലും ആ പൈസ ഒന്ന് ലാഭിക്കാൻ സാധിച്ചു. ലാഭിക്കാനോ അല്ലെങ്കിൽ പൈസയാകുന്നത് പോലെ എനിക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു തവണ നമ്മൾ സീറ്റ് കവർ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഉള്ളിൽ വരുന്ന സീറ്റ് കവർ, അതായത് ഈ വാഹനത്തിൽ വരുന്ന സീറ്റ് കവർ നമ്മൾ യൂസ് ചെയ്യുന്നേ ഇല്ല. വെറുതെ എന്തിനാ നമ്മളത് യൂസ് ചെയ്യാത്തതിന് വെറുതെ പൈസ കൊടുക്കുന്നത്? അതായത് ഒരു വാഹനം മേടിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നതാണ് ആ സീറ്റും സീറ്റ് കവറും എല്ലാം കിട്ടുന്നത്. ഞാൻ പറയുന്നത് എപ്പോഴും കുറച്ച് നാളത് യൂസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ പുതിയത് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു 6 മാസം കഴിയുമ്പോൾ പിന്നെ നമ്മുടെ വാഹനം സീറ്റ് കവർ കൂടെ ചെയ്ത് കഴിയുമ്പോൾ നല്ല പുത്തനായിട്ട് പിന്നെ ഇരിക്കും. ഇത് എൻ്റെ മാത്രം സജഷനാണ്. ഓരോരുത്തർക്കും അവരുടേതായ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ സാധിക്കും. പക്ഷേ സീറ്റ് കവർ ചെയ്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് വാഹനത്തിന് വേറെ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നതായിരിക്കത്തില്ല. നമ്മുടെ വാഹനത്തിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻറ്റീരിയർ ഷാമ്പു വാഷിംഗ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ പുതിയതുപോലെ തന്നെ ആക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഏതാണെന്ന് വെച്ചാൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്.